കേരളത്തിൽ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഇവൻറ്റ്സിലും സാറിൻ്റെ ഫുൾ സപ്പോർട്ട് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ടൈം വി ആർ ഹിയർ വിത്ത് മണി കോൺക്ലേവ് ആൻഡ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഗ്ലോബൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് സമ്മിറ്റ് ആണ് ഡിസംബർ 18th and 19th സിയാലിൽ വെച്ച് നടക്കുന്നത്. I'd like to ask, സാറിൻ്റെ ഫുൾ സപ്പോർട്ട് ഇപ്രാവശ്യം ഉണ്ട്, ബട്ട് ഹൗ ഡു യു തിങ്ക് ദിസ് പെർട്ടിക്കുലർ ഇവൻറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം എനി അതർ മണി കോൺക്ലേവ്സ് ദാറ്റ് വി വുഡ് ഹാവ്? ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു വ്രതം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ ഏതാണ്ട് 3 ഗവൺമെൻറ്റുകൾ വ്യവസായ ഐ ടി വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത ആ പശ്ചാത്തലത്തിൽ തുടർന്നും അത് ആവശ്യമാണല്ലോ. മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു കണ്ടിന്യൂയിങ് വർക്ക്, ഞാൻ നേരത്തെ ചെയ്ത വർക്കിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് കാണുന്നത് കൊണ്ട് ചെറുതും വലുതുമായ എല്ലാ സംരംഭങ്ങളെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. സ്റ്റാർട്ടപ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ ഓർഗനൈസ് ചെയ്യാൻ പോകുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വെൽത്ത് സമ്മിറ്റ് മണി കോൺക്ലേവ് എന്തുകൊണ്ടും ഒരു പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം അതിൻ്റെ സംഘാടകർ വന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ടു. പറ്റുമെങ്കിൽ അവിടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധിക്കുമെന്ന് കരുതുന്നു. ഒട്ടേറെ അതർ എൻഗേജ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് പറ്റുമോ എന്ന് അറിയില്ല. എന്തായാലും ശരി, ആക്റ്റീവായിട്ട് ഞാനത് നോക്കുന്നുണ്ട്. കാരണം വെച്ചാൽ വളരെ വ്യത്യസ്തമായ ഇപ്പോഴത്തെ ഈ മോഡേൺ ടെക്നോളജിയുടെ ഒരു റവല്യൂഷൻ കാലത്ത് വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പോകുന്ന അഡ്വൈസ്, ഗൈഡ് ലൈനും എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സർ, സാധാരണ ഇങ്ങനത്തെ ഇവൻറ്റ്സിൽ നമ്മൾ കേരളത്തിൽ നാഷണൽ ലെവൽ ഓർ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്പീക്കേഴ്സ് വരിക എന്നുള്ളത് പൊതുവേ അപൂർവമാണ്. വി ഡു ഹാവ്, ഓഫ് കോഴ്സ് ഐ എം നോട്ട് സെയിങ് വി ഡോണ്ട് ഹാവ്. പക്ഷേ ഇവിടെ ഇപ്പം ലിസി ചാപ്മാനെ പോലെ, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ നാഷണൽ ഹെഡ്, ഇങ്ങനത്തെ കുറേ പ്രോമിനൻറ്റ് ഫിഗേഴ്സ് നാഷണൽ ലെവലിൽ കൊച്ചിയിലേക്ക് വരാൻ റെഡി ആവുന്നത് ടു ടോക്ക് അബൌട്ട് ഓൾ ദിസ്. Why do you think they are also enthusiastic to come and talk to our people in Kerala? കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ താല്പര്യമുണ്ട് എന്നുള്ളത് ഞാൻ എന്നോ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ റോഡ് ഷോ ഒക്കെ നടത്തി US-ലും യൂറോപ്പിലും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലും ഒക്കെ ഞാൻ ഒട്ടേറെ ഡെലിഗേഷനെ ലീഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ചില പർട്ടിക്കുലർ സെക്ടേഴ്സിൽ അവർ ഇൻ്റർനാഷണലായിട്ട് വലിയ ഒരു സ്കോപ്പ് കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ദുബായ് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദുബായിൽ ഒട്ടേറെ മാനുഫാക്ചറിങ് ഒന്നുമില്ലല്ലോ. പക്ഷേ ഒട്ടേറെ നാച്ചുറൽ വെൽത്തും ദുബായിക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാനില്ല. പക്ഷേ അവിടുത്തെ ഭരണകർത്താക്കൾ ഒരു ഭാവനാപൂർവ്വം നീങ്ങിയത് കൊണ്ട് എല്ലാവർക്കും ദുബായ് ഒരു ഡെസ്റ്റിനേഷനാണ്. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന നല്ല ഒരു ഡെസ്റ്റിനേഷനാണ്. താമസത്തിന്, ഹോളിഡേ, അതുപോലെ തന്നെ ഹൗസിങ്, ഈവൻ അതുപോലെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും. കേരളത്തെക്കുറിച്ചൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. കേരളം എത്ര പ്രകൃതി രമണീയമാണ്. ഇവിടുത്തെ ഗ്രീനറിയും അതുപോലെ തന്നെ മൗണ്ടനും ലേക്കും അതുപോലെ തന്നെ കടലും ബീച്ചും എന്താ കേരളത്തിലില്ലാത്തത്? അപ്പോൾ അന്തർദേശീയ തലത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിന് അറിയാം ഇത്ര വെതർ വൈസും പ്രകൃതി ഭംഗി വെച്ചും അതിൻ്റെ ഒരു കോർ കോമ്പിറ്റൻസി ഉള്ള ഒരു പ്രദേശമാണ് ലോക ഭൂപടത്തിൽ കേരളം എന്നുള്ളത് അവർക്കറിയാം. തിരിച്ചറിയേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഈ തരത്തിലുള്ള പ്രൊഫഷണൽസിനെ കൊണ്ടുവന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതുകൊണ്ട് ഇത് വളരെ വ്യത്യസ്തമായിരിക്കട്ടെ, നന്നായി വരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. Money Conclave, 18th and 19th December, Sial Convention Center, Kochi. Free entry with early bird offer ending soon. For registration, visit our website now.